വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ആദ്യ ദിവസം എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 1-ാം വാക്യം. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. മനുഷ്യനെക്കുറിച്ച് ശാശ്വതമായ ഉദ്ദേശമുള്ള നമ്മുടെ സ്നേഹവാനായ ദൈവം ആകാശവും ഭൂമിയും മനുഷ്യരാശിക്ക് വേണ്ടി സൃഷ്ടിച്ചു. സ്വർഗം എന്നാൽ വിശാലമായ ആകാശം മാത്രമല്ല, മറിച്ച് സ്വർഗം മുഴുവനും അതിലെ ആത്മീയ സേനകളും ഉൾപ്പെടുന്നതാണ്. ദൈവം മനുഷ്യനെ രൂപപ്പെടുത്തുന്നതിന് മുൻപ് തന്നെ മനുഷ്യരാശിയെ സേവിക്കുന്നതിനായി അവൻ ദൂതന്മാരുടെ സ്വർഗീയ സൈന്യത്തെ സൃഷ്ടിച്ചു. ലോകത്തിലെ ഏറ്റവും വലിയ ശാസ്ത്രജ്ഞന് പോലും ഒരു പുതിയ അറ്റം സൃഷ്ടിക്കാൻ കഴിയുകയില്ല. ദൈവം ഇതിനകം സൃഷ്ടിച്ചതെല്ലാം വ്യത്യസ്ത രൂപങ്ങളാക്കി മാറ്റാൻ മാത്രമേ മനുഷ്യന് കഴിയൂ. കാരണം ദൈവം സൃഷ്ടിപരമായ ശക്തി മാലാഖമാർക്കോ ദൂതന്മാർക്കോ മനുഷ്യന്മാർക്കോ നൽകിയിട്ടില്ല. ഒരൊറ്റ അറ്റം സൃഷ്ടിക്കാൻ അതിന് ദശലക്ഷക്കണക്കിന് ടൺ ഇന്ധനവും അനന്തമായ യൂണിറ്റ് വൈദ്യുതിയും ആവശ്യമാണ്. ഒരു പുതിയ അറ്റം സൃഷ്ടിക്കാൻ പണവും വിഭവങ്ങളും ചെലവഴിക്കാൻ കഴിവുള്ള ഒരു ധനികൻ പോലും ലോകത്തെമ്പാടുമില്ല. അത്തരത്തിലുള്ള ജ്ഞാനമുള്ള ഒരു ശാസ്ത്രജ്ഞനും ലോകത്തിലില്ല. നമ്മുടെ കർത്താവ് വലിയ ദൈവമാണ്. ആകാശത്തെ സൃഷ്ടിച്ച കർത്താവായ ദൈവം എത്ര ശക്തനും മഹത്വമുള്ളവനാണ്. സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും മഹാപുരുഷാരവും നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയുന്നതെന്തും അദൃശ്യമായതെല്ലാം കർത്താവായ ദൈവം സൃഷ്ടിച്ചവയാണ്. തിരുവെഴുത്ത് പറയുന്നു, നിന്റെ സൃഷ്ടാവ് നിന്റെ ഭർത്താവാകുന്നു, സൈന്യങ്ങളുടെ കർത്താവ് എന്നാകുന്ന അവന്റെ നാമം. നിന്റെ വീണ്ടെടുപ്പുകാരൻ ഇസ്രായേലിന്റെ പരിശുദ്ധനാകുന്നു, അവൻ സർവ്വഭൂമിയുടെയും ദൈവം എന്ന് വിളിക്കപ്പെടുന്നു എന്ന്. ഇത് യെശയ്യാവ് 54-ാം അധ്യായം 5-ാം വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയും. ബൈബിളിലെ ആദ്യ വാക്യം നമ്മെ സൃഷ്ടാവായ ദൈവത്തെ പരിചയപ്പെടുത്തുന്നു. അതിൽ പറയുന്നു, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന്. അതെ, മഹത്വമുണ്ടെന്നറിയുന്നത് എത്ര വലിയ സന്തോഷവും അഭിമാനവുമാണ്. മഹത്വവും ശക്തനുമായ ദൈവം നമ്മുടെ പ്രിയപ്പെട്ട പിതാവാണ്. ഇന്നും നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ ഒരേ സൃഷ്ടാവായ ദൈവത്തിന് കഴിയുമെന്ന് ഒരിക്കലും മറക്കരുത്. എന്നാൽ യാക്കോബേ, നിന്നെ സൃഷ്ടിച്ചവനും ഇസ്രായേലെ, നിന്നെ സൃഷ്ടിച്ചവനുമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു, ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എന്റേതാണ് എന്ന് യെശയ്യാവ് 43-ാം അധ്യായം 1-ാം വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയും. അവനെപ്പോലെ ശക്തനും മഹത്വവുമുള്ള ഒരു ദൈവമുണ്ടോ? അവനെപ്പോലെ നിന്നെ സ്നേഹിക്കാൻ ആരുമില്ല. എല്ലാ സൃഷ്ടികളും ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങളും അവനെ സ്തുതിക്കുമോ? ആകാശത്തിലും ഭൂമിയിലും ഭൂമിക്കടിയിലും കടലിലുമുള്ളവയും അവയിലുള്ള എല്ലാ സൃഷ്ടികളും ഞാൻ പറയുന്നത് കേട്ടു. അനുഗ്രഹവും ബഹുമാനവും മഹത്വവും ശക്തിയും ഭൂമിയിൽ ഇരിക്കുന്നവന് ഉണ്ടാകട്ടെ, സിംഹാസനത്തിനും കുഞ്ഞാടിനും എന്നേക്കും എന്ന് വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം 13-ാം വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം 2 കൊരിന്ത്യർ 5-ാം അധ്യായം 17-ാം വാക്യം. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ സകലവും പുതുതായിരിക്കുന്നു. ഇന്നത്തെ ബൈബിൾ വായന രാവിലെ 1 രാജാക്കന്മാർ 14-15 അധ്യായങ്ങൾ, വൈകുന്നേരം ലൂക്കോസ് 22-ാം അധ്യായം 21 മുതൽ 46 വരെയുള്ള വാക്യങ്ങൾ. ആമേൻ.